ഹലോ എവരി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം, നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ആ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടുണ്ട്. മുറിവുണ്ടായ ഭാഗത്ത്, ഇഞ്ചുറി ഉണ്ടായ ഭാഗത്തുള്ള പ്ലേറ്റ്ലെറ്റ്സും അവിടെയുള്ള ഡാമേജ് ടിഷ്യൂസ്, കേടുവന്ന് പോയിട്ടുള്ള ടിഷ്യൂസും എല്ലാം ചേർന്നിട്ട് ഒരു എൻസൈം ഉണ്ടാക്കും. ആ എൻസൈമിന്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഈ എൻസൈം ആണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റാൻ, കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ത്രോംബോപ്ലാസ്റ്റിൻ ആണ്. കൂടെ കാൽഷ്യവും വൈറ്റമിൻ കെ ഉണ്ട്. ഇനി ഈ ത്രോംബിൻ, നേരത്തെ സ്റ്റെപ്പിൽ ഉണ്ടായിട്ടുള്ള ത്രോംബിൻ എന്ത് ചെയ്യുന്നു, ഒരു ഇനാക്റ്റീവ് പ്രോട്ടീൻ ഉണ്ട് ബ്ലഡിലെ, ഫൈബ്രിനോജൻ. ആ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റുന്നു. ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റുന്നത് ആരാണ്? ത്രോംബിനാണ്. ഈ ഫൈബ്രിൻ എന്ത് ചെയ്യുന്നു, ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു. നെറ്റ്വർക്ക് ഓഫ് ഫൈബേഴ്സ്, നാരുകൾ പോലെ ഇങ്ങനെ നാരൊക്കെ കൂട്ടി ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും, വലക്കണ്ണി ഉണ്ടാവും, വലക്കണ്ണി. ആ നെറ്റ്വർക്കിലെ ട്രാപ്പ് ആയിട്ട് നമ്മൾ RBCകൾ കുടുങ്ങി കിടക്കും. അങ്ങനെ ഇവിടെ എന്തുണ്ടാവുന്നത്, ഫോമിങ് ദി ബ്ലഡ് ക്ലോട്ട്. ഓക്കെ, ദിസ് ക്ലോട്ട് പ്രിവെന്റ്സ് ഫർദർ ബ്ലഡ് ലോസ് അൺടിൽ ദി വൂണ്ട് ഈസ് ഹീൽഡ്. അല്ലെ, മുറിവ് നന്നായിട്ട് ഉണങ്ങുന്നത് വരെ അതിലൂടെയുള്ള ബ്ലഡിന്റെ ഫ്ലോ എന്ത് ചെയ്യുന്നു, അവിടെ ക്ലോട്ട് കാരണം അവിടെ തടസ്സപ്പെടുന്നുണ്ട്. ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? പ്ലേറ്റ്ലെറ്റ്സ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഫാക്ടേഴ്സിൽ ഒന്ന് പ്ലേറ്റ്ലെറ്റ്സ്. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് മൂലം അവരുണ്ടാക്കുന്ന ത്രോംബോപ്ലാസ്റ്റിൻ. ത്രോംബോപ്ലാസ്റ്റിൻ എന്താക്കി മാറ്റുന്നു? പിന്നെ അവിടെ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നുണ്ട്, ത്രോംബിൻ. പിന്നെ ഫൈബ്രിനോജൻ. ഇത്രയുമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ്. പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ദി ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതിനുള്ള ആ ഒരു പ്രോസസ്, ആ പ്രക്രിയ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞില്ലേ, അത് അതുപോലെ തന്നെ എഴുതി പഠിച്ചാൽ മതി. ഓക്കെ, ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആൻഡ് ഇമ്മ്യൂൺ ആക്ടിവിറ്റി. എങ്ങനെയാണ് രക്തം കട്ടപിടിക്കല് ഒരു ഇമ്മ്യൂൺ ആക്ടിവിറ്റി അഥവാ ഒരു പ്രതിരോധ പ്രവർത്തനമായിട്ട് പ്രവർത്തിക്കുക ചോദ്യം. അപ്പൊ എന്ത് ചെയ്യാം, അങ്ങനെ പറയാം, മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ മുറിവിലൂടെയുള്ള രക്തത്തിന്റെ ഫ്ലോ എന്തെങ്കിലും തടസ്സപ്പെടുന്നു. അതുപോലെ തന്നെ ആ മുറിവിലൂടെ രോഗാണുക്കൾ വല്ലതും പ്രവേശിക്കാതിരിക്കാൻ, മുറിവിലൂടെ രോഗാണുക്കൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, രക്തം അവിടെ കട്ട പിടിക്കുന്നത്. അല്ലാതെ രക്തം കട്ട പിടിച്ചാൽ മാത്രമേ മുറിവ് കൃത്യമായിട്ട് ഉണങ്ങുകയും ചെയ്യുള്ളൂ. അപ്പൊ രക്തം കട്ട പിടിച്ച് മുറിവ് ഉണങ്ങി കഴിഞ്ഞാല് അതിലൂടെ എന്ത് ചെയ്യില്ല, രോഗാണുക്കള് പ്രവേശിക്കില്ല. അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ആൻഡ് ഇമ്മ്യൂൺ ആക്ടിവിറ്റി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. രോഗാണു പ്രവേശനം തടയുന്നു. ബാരിയേഴ്സ് ടു ദി പാത്തോജൻസ്, ആക്ട് ആസ് എ ബാരിയർ ടു പാത്തോജൻ. രണ്ടാമത്തത്, അണുബാധ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. രോഗാണുക്കളുടെ പ്രവേശനം തടയുക എന്നുള്ളത് തന്നെയാണ് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ ആക്ടിവിറ്റി കേട്ടോ. അടുത്ത പ്രവർത്തനമാണ് വൂണ്ട് ഹീലിംഗ് എന്ന് പറയും, മുറിവ് ഉണങ്ങലാണ്. വൂണ്ട് ഹീലിംഗ് അഥവാ മുറിവ് ഉണങ്ങലാണ് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മളിപ്പോ? ഫാഗോസൈറ്റോസിസ് പഠിച്ചു, ബ്ലഡ് ക്ലോട്ടിംഗ്, ദെൻ ഫീവർ, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, വീങ്ങൽ പ്രതികരണം, പനി, അല്ലെ, എല്ലാം പഠിച്ചില്ലേ? അതുപോലെ അടുത്തൊരു പ്രവർത്തനമാണ് വൂണ്ട് ഹീലിംഗ്, മുറിവുണങ്ങല്. മുറിവുണങ്ങല് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കില്ല, കാരണം രക്തം കട്ട പിടിച്ച് കഴിയണ്ടേ. യെസ്, ആസ് ബ്ലഡ് ക്ലോട്ട്സ് ആൻഡ് ഇൻഫ്ലമേഷൻ occurs at the wound, new tissues are formed leading to the wound healing. അതായത് വീങ്ങൽ പ്രതികരണവും അതുപോലെ തന്നെ രക്തം കട്ടപിടിക്കലും, ഈ രണ്ട് പ്രവർത്തനങ്ങൾ, ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങും, വീങ്ങൽ പ്രതികരണം, രക്തം കട്ടപിടിക്കല്, ഈ രണ്ട് പ്രവർത്തനം നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് മുറിവ് ഉണങ്ങുക എന്നുള്ളത്, വൂണ്ട് ഹീലിംഗ് എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും നടന്നു കഴിഞ്ഞാൽ ന്യൂ ടിഷ്യൂസ് ആർ ഫോംഡ്, അല്ലെ, അവിടെ പുതിയ കലകൾ ഉണ്ടാവുന്നു. ലീഡിങ് ടു ദി വൂണ്ട് ഹീലിംഗ്, പുതിയ കലകൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, അത് മുറിവുണങ്ങലായിട്ട് മാറുന്നുണ്ട്. ഇഫ് ദി വൂണ്ട് ഈസ് ഹീൽഡ് വിത്ത് കണക്റ്റീവ് ടിഷ്യൂ റീപ്ലേസിംഗ് ദി ലോസ് ടിഷ്യൂസ്, എ സ്കാർ വിൽ റിമെയിൻ. അതായത് മുറിവ് ഉണങ്ങല് കണക്റ്റീവ് ടിഷ്യൂകളുടെ സഹായത്തോട് കൂടിയിട്ടാണെങ്കിൽ, അതായത് കണക്റ്റീവ് ടിഷ്യൂസ്, യോജക കലകൾ, അല്ലെ,
കണക്റ്റീവ് ടിഷ്യൂസ് വന്നിട്ടാണ് നമ്മുടെ മുറിവ് ഉണക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കേടുവന്ന ഭാഗത്തിലെ ടിഷ്യൂസിന് പകരം റീപ്ലേസിങ് നടത്തല്ലേ, ആ കേടുവന്ന ഭാഗത്തിലെ ടിഷ്യൂസിന് പകരമായിട്ട് പുതിയ സെൽസിനെ റീപ്ലേസ് ചെയ്യുന്നത് ആരാ ചെയ്യുന്നത്? കണക്റ്റീവ് ടിഷ്യൂ ആണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകും? മുറിവിന്റെ അടയാളം ഉണ്ടാകും, സ്കാർ ഉണ്ടാകും. നേരെ മറിച്ച് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിന്റെ ഭാഗത്ത് കേടുവന്ന് പോയിട്ടുള്ള ടിഷ്യൂസിന് പകരം പുതിയ ടിഷ്യൂസ് ആ ഭാഗത്തുള്ള കലകൾ സ്വമേധയാ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? മുറിവിന്റെ അടയാളം ഒന്നും ഉണ്ടാവില്ല, നോ സ്കാർ. പകരം മുറിവ് ഉണ്ടായ ഭാഗത്ത് കേടുവന്ന ടിഷ്യൂസിനെ ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന പണി കണക്റ്റീവ് ടിഷ്യൂ, യോജക കലകളാണ് എടുക്കുന്നതെങ്കിൽ ആ അടുത്ത പണിക്കുള്ള അടയാളമായിട്ട് അവിടെ എന്തുണ്ടാകും? മുറിവിന്റെ അടയാളം ഉണ്ടായിരിക്കും. എ സ്കാർ വിൽ റിമൈൻ. പഠിച്ചാൽ മതി ട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മള് പഠിച്ചു കഴിഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ആർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈപ്പ് ഓഫ് പാത്തജൻ ഓർ ദെയർ ആക്ഷൻസ്. അതായത് നമ്മൾ ഇന്നേറ്റ് ആയിട്ട് നമുക്ക് സഹജമായിട്ട് കിട്ടിയിട്ടുള്ള, ബൈ ബർത്ത് ആയിട്ട് കിട്ടിയിട്ടുള്ള, ജന്മനാ കിട്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാനുള്ള കാരണം അത് മനസ്സിലായിട്ട് തറയ്ക്കണം. ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ്, സഹജ പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഇതെന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടൈപ്പ് ഓഫ് പാത്തജൻ, അതായത് വരുന്ന പാത്തജൻ ബാക്ടീരിയ ആണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ എന്നൊന്നും നോക്കാതെ അങ്ങനെ ഓരോ പാത്തജനും പ്രത്യേകമായിട്ട് ഓരോ പാത്തജനെയും പ്രത്യേകം തിരിച്ചറിഞ്ഞിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സിസ്റ്റം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലില്ല. അവരെല്ലാവർക്കും ഒരേ ആക്ഷനാണ് കൊടുക്കുക. ഹെൻസ് ദിസ് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഈസ് കോൾഡ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. അതായത് പ്രത്യേകമല്ലാത്ത പ്രതിരോധം. പ്രത്യേകം എടുത്ത് എന്ത് ചെയ്യുന്നില്ല, നമ്മള് പ്രതിരോധിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപോലത്തെ. ഇപ്പോ ചെവിയിലൂടെ കയറുകയാണെങ്കിൽ അവിടെ എന്തേ ഉള്ളൂ? ചെവിയിലൂടെ ബാക്ടീരിയോ വൈറസോ എന്തല്ല. അപ്പൊ ചെവിയിലൂടെ കയറുമ്പോൾ എന്തേ ഉള്ളൂ? ഇയർ വാക്സ് ഉണ്ട്. മൂക്കിലൂടെ കയറുമ്പോൾ മ്യൂക്കസ് ഉണ്ട്, ശ്ലേഷ്മ ഉണ്ട്, കണ്ണുനീരുണ്ട്. ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ രോഗാണുക്കളെ പ്രത്യേകമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് നശിപ്പിക്കുന്ന രീതി ആർക്കില്ല? ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിനില്ല, സഹജ പ്രതിരോധത്തിനില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം. ഓക്കെ, വിച്ച് ഡെവലപ്സ് ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരാളുടെ ജനനം, ബർത്ത് കഴിഞ്ഞിട്ട് ജനിക്കുമ്പോഴേ കിട്ടുന്ന ആൾ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അല്ലെ. ഒരാൾ ജനിച്ചു കഴിഞ്ഞ ശേഷം അയാൾ ഡെവലപ്പ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത പ്രതിരോധം. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മുറിവിൽ രക്തം കട്ട പിടിക്കുകയും വീങ്ങലുണ്ടാവുകയും ചെയ്യുന്നതോടെ മുറിവിൽ പുതിയ കലകൾ രൂപപ്പെട്ട് മുറിവുണങ്ങുന്നു. നഷ്ടപ്പെട്ട കലകൾക്ക് പകരമായി യോജക കലകൾ കൊണ്ട് മുറിവുണങ്ങിയാൽ മുറിവിന്റെ അടയാളം അവിടെ നിലനിൽക്കും. പിന്നെ സഹജ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗകാരികളുടെ ഇനമോ പ്രവർത്തന രീതിയോ പരിഗണിക്കാതെയുള്ളതാണ്. അതായത് രോഗാണു ഏത് ഇനത്തിൽപ്പെട്ടതാണ്, വൈറസ് ആണോ ഫംഗസ് ആണോ നോക്കാതെ, അവരുടെ പ്രവർത്തനങ്ങളൊന്നും നോക്കാണ്ട് എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ് അല്ലെ. അതിനാൽ ഇവ നമുക്ക് എന്ത് വിളിക്കാം? പൊതുവായ പ്രതിരോധം. എന്താണ്? പൊതുവായിട്ടുള്ള പ്രതിരോധം. അത് ഓരോരുത്തർക്കും പ്രത്യേകമല്ല, സ്പെസിഫിക് അല്ല. അതുകൊണ്ട് എന്ത് വിളിക്കാം? നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. പ്രത്യേകമല്ലാതെ എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ആയതുകൊണ്ട് പൊതുവായ പ്രതിരോധം, നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. ഇനി നോക്കാം നമുക്ക് ഒരു വ്യക്തിയുടെ ജനനശേഷം ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയാണ് എന്ത്? ആർജിത പ്രതിരോധം. നോക്കാം, ആർജിത പ്രതിരോധം. ജനനശേഷം വികസിക്കുന്ന പ്രതിരോധമാണ് ആർജിത പ്രതിരോധം. നമുക്കറിയാം ബൈ ബർത്ത് കിട്ടുന്ന ഇന്നേറ്റ് എങ്കിൽ ആഫ്റ്റർ ദി ബർത്ത് ആണ് എന്ത്? ആർജിത പ്രതിരോധം അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഈ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആന്റിജനുകളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു. അതായത് നമുക്കറിയാം ശരീരത്തിന്റെ പുറത്തു നിന്ന് ശരീരത്തിനകത്തേക്ക് രോഗമുണ്ടാക്കാൻ കാരണമായിട്ടുള്ള എന്ത് വസ്തുക്കൾ പ്രവേശിച്ചാലും അതൊക്കെ എന്താണ്? ആന്റിജൻ ആണ്. ആന്റിജൻ പഠിച്ച വാക്കാട്ടോ, ആന്റിജൻ അല്ലെ. ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന അന്യവസ്തുക്കൾ, രോഗാണുക്കളാകാം, രാസവസ്തുക്കളാകാം, പരാഗരേണുക്കളാകാം, പോളൻ ഗ്രെയിൻസ് ആകാം, പഠിച്ചാണ്. ചില ഫുഡ് ഐറ്റംസ് ആകാം. അപ്പൊ ഇത്തരത്തിലുള്ള ആന്റിജനുകളെ അഥവാ രോഗാണുക്കളെ ഒക്കെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യുന്നു? പ്രതിരോധിക്കുന്നു. നേരത്തെ പഠിച്ചത് എന്ത് ചെയ്യുന്നു?
എല്ലാവർക്കും കൂടി പൊതുവായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ആയിരുന്നു, നോൺ സ്പെസിഫിക് ആയിരുന്നു. ഇതെങ്ങനെയാണ്? ഓരോരുത്തരെയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്ന പ്രത്യേക പ്രതിരോധം അഥവാ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ആരാണ്? നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണ്. അതിന് സഹായിക്കുന്നത് ആരാണ്? നോക്കൂ, ലിംഫോസൈറ്റുകളാണ് പ്രധാനമായും ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ലിംഫോസൈറ്റുകൾ, അത് ആരായിരുന്നു ലിംഫോസൈറ്റ്? നമുക്കൊരു 5 ടൈപ്പ് WBC ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ 4 പഠിച്ചു. ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ഈസ്നോഫിൽ, ബേസോഫിൽ, 4 പഠിച്ചു. 5ാമത്തെ ആളെ മാറ്റി വെച്ചതല്ല, ഇവിടെ പറയാനുണ്ട് നമുക്ക് അല്ലേ? യെസ്, 5ാമത്തെ ആളാണ് ആര്? ലിംഫോസൈറ്റ്. 5ാമത്തെ WBC ആണ് ലിംഫോസൈറ്റ്. 5ാമത്തെ ശ്വേത രക്തകോശമായിട്ടുള്ള 5ാമത്തെ WBC ആയിട്ടുള്ള ലിംഫോസൈറ്റുകളാണ് നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത പ്രതിരോധം. ഓരോ രോഗാണുക്കളെയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് സ്പെസിഫിക് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി നടത്തുന്ന കോശം. എക്സാമിന് ചോദിക്കും, വിച്ച് WBC ഈസ് വർക്കിംഗ് വിത്ത് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി? ഏത് ശ്വേത രക്തകോശമാണ് പ്രത്യേക പ്രതിരോധത്തിൽ പ്രവർത്തിക്കുന്നത്? ഏതാണ്? ലിംഫോസൈറ്റ് ആണ് കേട്ടോ. ഈ ലിംഫോസൈറ്റ് 2 തരത്തിലുണ്ട്. ഒന്ന് T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും. ലിംഫോസൈറ്റ് 2 തരത്തിലുണ്ട്, T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും. നോക്കാം, നമുക്ക് എന്താണ് അവിടെ പ്രത്യേകം നോക്കാം കേട്ടോ. ഈ ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കാം. ഓക്കെ, ചിത്രവും ഈ പ്രവർത്തനത്തിന്റെ ആ രീതിയും നോക്കി വെക്കാം. ആദ്യം B ലിംഫോസൈറ്റ്. ഒരു പൊതുവായിട്ടുള്ള പോയിന്റ് പറഞ്ഞുതരാം. ഈ 2 ലിംഫോസൈറ്റുകളും, B ലിംഫോസൈറ്റ് ആവട്ടെ T ലിംഫോസൈറ്റ് ആവട്ടെ, 2 ലിംഫോസൈറ്റുകളും അവരുണ്ടാകുന്നത്, അവരുടെ ഫോർമേഷൻ നടക്കുന്നത് ബോൺ മാരോയിലാണ്. എന്താണ്? ബോൺ മാരോ. 2 ലിംഫോസൈറ്റുകളും രൂപപ്പെടുന്നത്, ഫോർമേഷൻ നടക്കുന്നത് അസ്ഥിമജ്ജയിൽ വെച്ചിട്ടാണ്, അതായത് ബോൺ മാരോയിലാണ്. എന്നാൽ B ലിംഫോസൈറ്റ് അതിന്റെ പാകപ്പെടല്, മെച്ചുറേഷൻ നടക്കുന്നത് എവിടെ തന്നെയാണ്? ബോൺ മാരോയിലാണ്. ഇവിടെ നോക്കിയേ, രൂപപ്പെടുന്നതും പാകപ്പെടുന്നതും അസ്ഥിമജ്ജയിൽ. അതായത് ഫോർമേഷനും മെച്ചുറേഷനും എവിടെ തന്നെയാണ് നടക്കുന്നത്? അസ്ഥിമജ്ജയിൽ. അത് ബോൺ മാരോയിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു മെച്ചുർ ആവുന്നത് കൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? അതിനെ B ലിംഫോസൈറ്റ് എന്ന് വിളിക്കാം. എന്നാൽ T ലിംഫോസൈറ്റിന്റെ കേസ് ചെറിയൊരു വ്യത്യാസമുണ്ട്. T ലിംഫോസൈറ്റ് അസ്ഥിമജ്ജയിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. ഫോർമേഷൻ നടക്കുന്ന എവിടെ തന്നെയാണ്? ബോൺ മാരോ. 2 ഫോം ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? ബോൺ മാരോ. പക്ഷേ ഇതിന്റെ പാകപ്പെടൽ നടക്കുന്ന എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള തൈമസ് ഗ്രന്ഥിയിലാണ്. പഠിച്ചിട്ടില്ലേ തൈമസ് ഗ്രന്ഥി? തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നു, പ്രതിരോധത്തിൽ പ്രവർത്തിക്കുന്നു അല്ലെ? ആ തൈമസ് ഗ്രന്ഥിയിൽ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുക? പാകപ്പെടുക, മെച്ചുറാവുക. ആ തൈമസ് ഗ്രന്ഥിന്റെ T ആണെന്ത്? T ലിംഫോസൈറ്റ്. ഓക്കെ, അപ്പൊ ഇത് മെച്ചുർ ആവുന്ന എവിടെ തന്നെയാണ്? ബോൺ മാരോ, അസ്ഥിമജ്ജയിൽ തന്നെ ഇത് എന്ത് ചെയ്യുന്നു? മെച്ചുർ ആവുന്നു, പാകപ്പെടുന്നു. അതുകൊണ്ട് B ലിംഫോസൈറ്റ്. ഇത് തൈമസ് ഗ്ലാൻഡിൽ പാകപ്പെടുന്നതുകൊണ്ട് T ലിംഫോസൈറ്റ്. നമുക്ക് ഓരോരുത്തരുടെയും പ്രവർത്തനം നോക്കാം അല്ലെ? ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രോട്ടീനായ വെരി ഇമ്പോർട്ടന്റ് ആന്റിബോഡികൾ നിർമ്മിക്കുന്നത് ആരാണ്? B ലിംഫോസൈറ്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. അതായത് ശരീരത്തിന് പുറത്തുനിന്ന് വരുന്ന അന്യവസ്തുക്കളായിട്ടുള്ള, നമുക്ക് അസുഖം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ആന്റിജനുകൾക്ക് എതിരെയായിട്ട് പ്രവർത്തിക്കുന്ന ആന്റിബോഡി എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, ആന്റിബോഡീസ്. ഈ ആന്റിബോഡികളെ ഉൽപ്പാദിപ്പിക്കുന്ന പണി ആരുടെയാണ്? B ലിംഫോസൈറ്റിന്റെയാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ T ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ നോക്കാം. രോഗബാധിത കോശങ്ങളെയും ക്യാൻസർ കോശങ്ങളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. അതായത് ഒരു ഇൻഫെക്റ്റഡ് സെൽസിനെയും അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസർ സെൽസിനെയും ഒക്കെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? T ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ടേബിൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. പട്ടിക 5.2 ടേബിൾ 5.2 ലിംഫോസൈറ്റുകൾ. ഓക്കെ, നോക്കൂ. B ലിംഫോസൈറ്റ് form and mature in bone marrow, produce protein called antibodies which act against antigen. ആന്റിജനുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡി എന്ന് പറയുന്ന പ്രോട്ടീൻ നിർമ്മിക്കുന്ന ലിംഫോസൈറ്റ് ആണ് B ലിംഫോസൈറ്റ്.
ഫോം ഇൻ ബോൺ മാരോ, ബോൺ മാരോയിൽ ഫോം ചെയ്യുന്നു, പക്ഷേ മെച്ചുർ ഇൻ തൈമസ് ഗ്ലാൻഡ്, മെച്ചുറേഷൻ തൈമസ് ഗ്ലാൻഡിലാണ്. ഫംഗ്ഷൻ നോക്കി, ഐഡന്റിഫൈ ആൻഡ് ഡെസ്ട്രോയ് ദി ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് ദി ക്യാൻസർ സെൽസ്. അപ്പോൾ ഈ ലിംഫോസൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടേബിൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഫോർമേഷൻ എവിടെയാണ്, മെച്ചുറേഷൻ എവിടെയാണ്, ഫംഗ്ഷൻ എവിടെയാണ് നോക്കാം. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു. സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഓരോരുത്തരെയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ പറ്റുക. അതിന് സഹായിക്കുന്ന ആരാണ്, ലിംഫോസൈറ്റ്സ് ആണ്. ദേ ആർ 2 ടൈപ്സ്, ബി ലിംഫോസൈറ്റ് ആൻഡ് ടി ലിംഫോസൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് 50 മിനിറ്റ്സ് ആയിട്ട് ക്ലാസ്, ചെറിയ ചെറിയ ക്ലാസ് നമുക്ക് എന്ത് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് എടുക്കാനുള്ള വാക്സിനേഷൻ ആണ്. ഓക്കെ, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എന്നും കുറേശ്ശെ പഠിച്ച് പോയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.